നമസ്കാരം, ഞാൻ രജനി അഭിലാഷ്. പകൽഹാമിൽ നമ്മുടെ നിരപരാധികളായ സഹോദരങ്ങളെ ക്രൂരമായി കൊലപ്പെടുത്തിയവർക്കുള്ള ഇന്ത്യയുടെ മറുപടിയാണ് ഓപ്പറേഷൻ സിന്ദൂർ എന്ന് അമിത്ഷാ. ഇന്ത്യൻ സൈന്യത്തെ പ്രശംസിച്ച ആഭ്യന്തരമന്ത്രി ഇന്ത്യയ്ക്കും രാജ്യത്തെ ജനങ്ങൾക്കും നേരെയുള്ള ഏത് ആക്രമണത്തിനും ഉചിതമായ മറുപടി നൽകാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ ദൃഢനിശ്ചയം ചെയ്തിട്ടുണ്ടെന്ന് വ്യക്തമാക്കുന്നു. ഭീകരവാദത്തെ അതിൻ്റെ വേരോടെ ഉന്മൂലനം ചെയ്യാൻ ഇന്ത്യ പ്രതിജ്ഞാബദ്ധമാണെന്നും അദ്ദേഹം പറയുന്നു. പഹൽഗാം ആക്രമണത്തിൽ ഭീകരർ എടുത്തത് ഒന്നും രണ്ടുമല്ല 26 പുരുഷ ജീവനുകളാണ്. മാഞ്ഞത് 26 പേരുടെ സിന്ദൂരം. വിവാഹം കഴിഞ്ഞ ദിവസങ്ങൾ മാത്രമായ യുവതിയുടെ കണ്ണീരടക്കം വീണു. ഓപ്പറേഷൻ സിന്ദൂർ വിവാഹിതരായ ഇന്ത്യൻ സ്ത്രീകൾ ധരിക്കുന്ന സിന്ദൂരക്കുറിയെ ഓർമ്മിക്കുന്ന പേര് നൽകിയത് പഹൽഗാമിലെ വിധവകളാക്കപ്പെട്ട സ്ത്രീകൾക്ക് വേണ്ടിയാണെന്നും പാക് ആക്രമണത്തിന് ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പേരിട്ടത് അതിൻ്റെ ഓർമ്മയ്ക്കായാണ്. ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേരിൽ പാകിസ്ഥാനിലെയും പാക് അധീന ജമ്മു കാശ്മീരിലെയും ഭീകര കേന്ദ്രങ്ങളിൽ ഇന്ത്യ നടത്തിയ മിസൈൽ ആക്രമണം ലോകനീതിയാണെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. ഈ തിരിച്ചടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നൽകിയ ഉറപ്പാണ്. തീവ്രവാദത്തെ വേരിറക്കുമെന്ന മോദി സർക്കാരിൻ്റെ ലക്ഷ്യം. ആ ലക്ഷ്യത്തിനായുള്ള അമിത്ഷായും മോദിയും അജിത് ഡോവലിൻ്റെയും നേതൃത്വത്തിലുള്ള സംഘത്തിൻ്റെ തന്ത്രങ്ങളും ഫലവത്തായി. എന്തായാലും നിരന്തരം ദ്രോഹിക്കുന്ന രാജ്യത്തെ ഭീകരവാദത്തെ നമ്മൾ അടിച്ചതും എന്നും തിരിച്ചടിയായിട്ടല്ല, ലോകനീതിയായിട്ടാണെന്നും സുരേഷ് ഗോപി കൂട്ടിച്ചേർക്കുന്നു. താക്കീത് നൽകുകയാണ്, ഇനി ഇത് ആവർത്തിക്കരുത്. തൃശൂർ പൂരം ആകാശത്ത് സിന്ദൂരം വിതറിയപ്പോൾ പാകിസ്ഥാനിൽ ഇന്ത്യയും സിന്ദൂരം വിതറി. അതായത് ഇത് തിരിച്ചടിയല്ല, ലോകനീതിയായിട്ടാണ് കണക്കാക്കുന്നത്. ഇനി ഇത് ആവർത്തിക്കില്ല എന്ന ഉറപ്പ് കൂടിയാണ് ഇതിലൂടെ പ്രതീക്ഷിക്കുന്നത്. രാജ്യത്തെ പൗരന്മാരുടെ സുരക്ഷ ഇതിൽ താക്കീത് നൽകുന്നതിലൂടെ ആവർത്തിക്കില്ല എന്ന ഉറപ്പ് നൽകുക കൂടി ചെയ്യുന്നുണ്ട്. ഇതിലൂടെ ഇന്ത്യയുടെ ആത്മാഭിമാനം സംരക്ഷിക്കാനായി എന്നും സുരേഷ് ഗോപി കൂട്ടിച്ചേർക്കുന്നു. പഹൽഗാം മാത്രമല്ല, ഇതിനു മുമ്പും ജവാന്മാരുടെ ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇതിന് നിരന്തരമായ അവസാനം ഉണ്ടാകണം. അതിലേക്ക് തന്നെയാണ് ഈ സ്ട്രൈക്ക് വഴി ശ്രമിക്കുന്നതും. ഡൽഹിയിലേക്ക് അടിയന്തരമായി എത്താൻ ആവശ്യപ്പെട്ടിട്ടില്ലെന്നും ഡൽഹിയിൽ നിന്നും വ്യക്തമായ നിർദ്ദേശങ്ങൾ മന്ത്രിമാർക്ക് ലഭ്യമാകുമെന്നും അപ്പോൾ അതനുസരിച്ച് പ്രവർത്തിച്ചാൽ മതിയെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു. ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലും അടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 02085866511 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് TVയും എൻജോയ് ചെയ്യുക.